മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരെ ഇന്ന് ചോദ്യം ചെയ്യും. സഹപാഠികളുടെ മൊഴികളും എടുക്കും. കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയും സമഗ്രമായ അന്വേഷണവും ആവശ്യപ്പെട്ട് SFI, KSU അടക്കമുള്ള സംഘടനകൾ ഇന്ന് ദന്തൽ കോളേജിലേക്ക് വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. നേരത്തെ KSU നടത്തിയ പ്രതിഷേധത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. നിതിനെടുത്ത ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കോളേജ് അധ്യാപികയ്ക്ക് നിരന്തരം ഫോൺ കോൾ വന്നിരുന്നു. ഈ ഫോൺ കോള് ഒപ്പം ലോൺ ആപ്പിൽ നിന്നുണ്ടായ സമ്മർദ്ദവും മരണകാരണമായി എന്ന് പോലീസ് സംശയിക്കുന്നു. എന്തായാലും അധ്യാപകർക്കെതിരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിതിന് ലോൺ കമ്പനികളിൽ നിന്നും നിരന്തര സമ്മർദ്ദമുണ്ടായെന്നും അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നുമുള്ള ഒരു വാദമുയരുന്നുണ്ട്. പക്ഷേ ഈ വാദങ്ങൾ നിഷേധിച്ചുകൊണ്ട് കുടുംബം രംഗത്ത് വന്നു. പക്ഷേ ലോൺ ആപ്പ് കമ്പനികളിൽ നിന്നും നിതിൻ നേരിട്ട സമ്മർദ്ദം വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഇതിനിടയിൽ പുറത്തു വരികയും ചെയ്തു. എന്നാൽ കുടുംബം ഈ ആക്ഷേപമെല്ലാം നിഷേധിക്കുകയാണ്. അഞ്ചരക്കണ്ടി കോളേജിലേക്ക് ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. KV ബൈജു ചേരുന്നു. ബൈജു, അതിശക്തമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടനകൾ അവിടെ നടത്തുന്നത്. അഞ്ചരക്കണ്ടി കോളേജ്, ആ കോളേജ് മാനേജ്മെന്റിന്റെ പല നടപടികളും ഇതിനകം തന്നെ സംശയത്തിന്റെ നിഴലിലാണ്. ഇതിനിടയിൽ മറ്റ് ചില കാരണങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് അവിടെ സംഭവിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ കൂടിയാണല്ലോ ഈ കോളേജ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ വേഗത്തിലുള്ളൊരു ഇടപെടൽ കൂടി ഉണ്ടാകുമെന്ന് കരുതണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സഹിത അതിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ ഗുരുതരമായ ആരോപണവുമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ശരിവെക്കുന്ന രീതിയിലാണ്? സ്റ്റാഫ് റാഗിങ് ഉള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ബാക്കിയുള്ള കേസും ഇതിന്റെ ഫർദർ കാര്യങ്ങളും നമുക്ക് അറിയില്ല. അതെന്തായാലും എൻക്വയറി ഉള്ള കേസ് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. നമ്മളതൊന്നും അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട്. റാം എന്ന് പറയുന്ന അധ്യാപകൻ എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഇത്തരത്തിൽ ഒരുപാട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, വളരെ മോശമായി പെരുമാറുന്നത്. അത് നിങ്ങൾക്കും അങ്ങനെ? ഞാൻ ഉൾപ്പെടുന്ന ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും ഇപ്പൊ എല്ലാ കുട്ടികളും നോക്കിയാൽ തന്നെയും ആരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരും സംസാരിക്കുന്നില്ല. അപ്പൊ അതിനർത്ഥം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ കുട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ ആ ക്ലാസ്സിലുള്ളതല്ല. പക്ഷെ അതിനെ ശരിവെക്കുന്ന രീതിയിൽ ബാക്കി എല്ലാ കുട്ടികൾക്കും മോശമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലാണ്, എങ്ങനെയാണ്? അതിപ്പോ കളറിന്റെ ബേസിലാണ്. ഇപ്പൊ എന്താ ഡാർക്ക് ഫാറ്റി, പിന്നെ നീ ഫാറ്റ് ആണ്, നിന്നെ ബോയ് ഫ്രണ്ട് എടുക്കും, പിന്നെ യു ആർ എ വൈറ്റ് കോക്രോച്ച്, പിന്നെ അച്ഛന്റെ ഇൻകം എത്ര ആണ്, അച്ഛൻ എന്താണ് ജോലി, ആ പേരിലൊക്കെ കമ്പയർ ചെയ്ത് കളിയാക്കാറുണ്ടായിരുന്നു. തെരുവ് പെട്ടി എന്നൊക്കെ വിളിച്ചെന്നാണ് പറയുന്നത്. അത്തരം പദപ്രയോഗങ്ങൾ തന്നെയാണ് സ്ഥിരമായി ഒരു അധ്യാപകൻ. അതിനെ പറ്റിയിട്ട് ഉള്ള കാര്യമൊന്നും അറിയില്ല. പിന്നെ ആള് മലയാളി അല്ല, അപ്പം മേ ബി അതിന്റെ സിമിലർ വേർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാകാം. ഇതിൽ നിങ്ങൾ വിദ്യാർത്ഥികൾ നിലയിൽ പരാതി നേരത്തെ ഈ അധ്യാപകനെതിരെ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും നടപടിയുണ്ടോ? അദ്ദേഹത്തിനെതിരെ നമ്മൾ ബോഡി ഷേമിംഗ് ചെയ്തു ഉൾപ്പെടെയുള്ള കംപ്ലൈന്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 year മുന്നേ ആണെന്ന് തോന്നുന്നു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പുള്ളിക്ക് വാർണിംഗ് കിട്ടുകയും ക്ലാസ്സിൽ വന്നിട്ട് ആരാണ് കംപ്ലൈന്റ് കൊടുത്തതെന്നുള്ള രീതിയിൽ ചോദ്യം വരികയും, എന്തിനാണ് കൊടുത്തത്, ഞാൻ നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ കൊടുത്തത്, എനിക്ക് നിന്റെ പേര് അറിയില്ല, അപ്പൊ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്, നീ ഡാർക്ക്, അതുകൊണ്ട് ഞാൻ നിന്നെ ഡാർക്ക്, നീ ഫാറ്റ് ആയിട്ടിരിക്കുന്നു, നിന്നെ ഫാറ്റി, പിന്നല്ലാണ്ട് ഞാൻ എന്താ വിളിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ട്. പുറമെ പറയുന്നത് ഭയമാണ്, നിങ്ങൾക്ക് പറയാൻ പലതും നിങ്ങൾ പറയാതെ ഇരിക്കുന്നതാണ് ഈ ഭയം കാരണം എന്നാണോ? ശരിയാണോ? നിങ്ങൾക്കൊരു ഭയമുണ്ടോ? നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് ഓർക്കും, അത്ര പേടി ഇപ്പോഴും? ഇവിടുത്തെ നേരത്തെ സാഹചര്യത്തില് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പലരും ഇപ്പൊ ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടില്ല, നീ പാസ്സാവണ്ട, ആ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അതിനെ പറ്റിയിട്ടും പറയാൻ പറ്റില്ല. നമ്മളിവിടെ പഠിക്കുന്നത് ഫൈനൽ ഇയർ ആണ്. ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഇതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവുമെന്ന് കൂടിയും എനിക്കറിയില്ല. പക്ഷേ
ഇപ്പോഴെങ്കിലും സൈത്തെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ആദ്യമായാണ് അവർ ഇത്തരത്തിലൊരു പ്രതികരണമായി മുന്നോട്ട് വരുന്നതെന്നും ശ്രദ്ധേയമാണ്. കാരണം അവർ സൂചിപ്പിച്ചു തന്നെയാണ് ഇവരെ പരീക്ഷയിൽ പരാജയപ്പെടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. സൈത്തെ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് തത്സമയം കാണാം. ഇത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധമാണ്. അല്പസമയം മുമ്പാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. ഈ അഞ്ചരക്കണ്ടി കോളേജിന്റെ തൊട്ട് മുന്നിൽ അവിടെ ഗേറ്റിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. PK ശ്യാമളയുടെ നേതൃത്വത്തിലാണ് ആ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾ പറയുന്നത് ഇതാണ്: ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കാറുണ്ടെന്ന് അവർ അടിവരയിടുന്നു. അതായത് നിതിൻ രാജ് ഉന്നയിച്ച ആ ഒരു സംഭവം, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ്. നമുക്കിപ്പോൾ ആദ്യമായാണ് ഇവിടുത്തെ കുട്ടികൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഒരുപാട് സമയം നമ്മൾ അവരോട് സംസാരിച്ചു. അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ നമ്മൾ കൃത്യമായി അവരോട് പറഞ്ഞു, ഇത്തരം സഹപാഠിക്കൊരു അനുഭവം ഉണ്ടായാൽ, ഇനി മറ്റുള്ളവർക്കും അത്തരം അനുഭവം ഉണ്ടായാൽ പ്രതികരിക്കാതിരുന്നാൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ കുട്ടികൾ അത് പറയുന്നത്. പക്ഷേ അവരുടെ ഭാവി പോലും ബാധിക്കുമെന്ന് അവർ പറയുന്നു. ഏതായാലും നമ്മൾ കൂടുതൽ അവരോട് ചോദിക്കാൻ നിന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും വലിയ പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട്. രാവിലെ KSUവിന്റെ മാർച്ചാണ് ആദ്യം ഉണ്ടായത്. KSUവിന്റെ മാർച്ച് നേരത്തെ തന്നെ പറഞ്ഞ സമയത്തിന് മുന്നേ ഇവിടെ എത്തുകയും വലിയ തോതിൽ അവരുടെ പ്രതിഷേധം അരങ്ങേറുകയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായത്. MSFന്റെ മാർച്ച് അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായി. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി SFIയുടെയും ABPയുടെയും മാർച്ചുണ്ട്. അങ്ങനെ വലിയ സമര പരമ്പര തന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഏതായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവസാന വർഷ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ക്ലാസ് ഉള്ളത്. മറ്റവർക്ക് എല്ലാവർക്കും അവധിയാണ്. ആ ഒരു ബാച്ച് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിലുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനിയും ഒരു വ്യക്തത വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏതായാലും അധ്യാപകന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ അനുഭവം ഈ നിതിൻ രാജിന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ്, ഇങ്ങനെ 3 സംഭവങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും മനസ്സ് വിഷമം ഉണ്ടാക്കാൻ നിതിൻ രാജിനിടയായ കാരണം എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കമ്മീഷണറുമായി അല്പസമയം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. അവർ 7 അംഗ സംഘത്തെ, സൈബർ ടീമിനെ ഉൾപ്പെടുത്തി 7 അംഗ സംഘത്തെ രൂപീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് കമ്മീഷണർ നമ്മോട് വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും നിർണായകമാവുക ഇവിടുത്തെ CCTV ദൃശ്യങ്ങളായിരിക്കും. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം രേഖകളും, ഇവിടെ ഉണ്ടായിരുന്ന രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതായത് PK ശ്യാമള തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എല്ലാം നമ്മളിപ്പോ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. കേരളത്തിന് അപമാനകരമായിട്ടുള്ള സംഭവമാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കുറ്റവാളികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താൻ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതികരണം വരുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധിയായ ഇതുപോലുള്ള സംഭവങ്ങൾ ഈ കോളേജിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പ്രൊഫഷണൽ കോളേജിനകത്ത് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് പുറത്തു പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാസ്ഥ്യ സ്ഥാപനങ്ങളിൽ പുരോഗമനപരമായ വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത് അവർക്ക് ഇപ്പോഴും ഭയമുണ്ടെന്നാണ്. അങ്ങനെ തുറന്നു പറഞ്ഞാൽ അവർ ഒരുപക്ഷെ പരീക്ഷ പാസ്സാവാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ ഒരു ഭാവി തന്നെ ഇരുളടയും. എന്ത് ഇടപെടൽ നടത്താൻ പറ്റും നമുക്ക്? പ്രത്യേകിച്ച് അല്ല, ഇത് നമ്മളുണ്ടല്ല, ഇത് ഒരു സമൂഹത്തിന്റെ പൊതുവികാരമായി കൊണ്ടുവന്ന് ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗം ഉയർന്നു വരാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കോളേജിനകത്തൊക്കെ തന്നെ ഇവരുടെ ഇത്തരം കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തൊന്നും പ്രവേശനം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങനെയാണല്ലോ, വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. അതുപോലും അനുവദിക്കാതെ തികച്ച് സ്വേച്ഛാധിപത്യപരമായ നിലപാട് സ്വീകരിച്ചു പ്രതിഷേധമായി. കാരണം ഈ കുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി, ഈ കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടി മഹിളാ അസോസിയേഷൻ, അമ്മമാരുടെ പ്രസ്ഥാനം എന്ന നിലയിൽ പൂർണ്ണമായി ഇതിന്റെ കൂടെ ഉണ്ടാവും. അതാണ് സൈത്തെ, ഈ മഹിളാ അസോസിയേഷൻ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഇതിൽ നീതി ലഭിക്കുന്നതുവരെ കൃത്യമായ സമരരംഗത്ത് നിൽക്കാൻ തന്നെയാണ് എല്ലാ സംഘടനകളുടെ തീരുമാനം. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഇനിയും കനത്തേക്കാം. കാരണം ഇതിൽ പ്രതികളായ 2 അധ്യാപകരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിന്റെ തെളിവുകളെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായ വശങ്ങൾ കൂടി പരിശോധിച്ച് അറസ്റ്റ് ഉണ്ടാകുമാണ്. ഒരു പക്ഷേ ഏത് സമയത്തും ഇവരെ അറസ്റ്റ് ഉണ്ടായേക്കാം. അതല്ല, ഇവർ ഇനി മുൻകൂർ ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും നിലവിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്തതാണ്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതാണ്. പക്ഷേ ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ SFIയുടെ വലിയൊരു പ്രതിഷേധ സമരം വരുന്നുണ്ട്. അതോടൊപ്പം ABPയുടെ പ്രതിഷേധ സമരം വരുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ
പ്രതിഷേധ സമരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണ്, നിതിൻ രാജ് ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്യാനിടയായ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നാണ് അറിയേണ്ടത്. ഒന്നിലധികം കാരണങ്ങളുണ്ടോ, പലതരത്തിലുള്ള സമ്മർദ്ദം ഒന്നിച്ച് വന്നതാണോ, അതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മൾ മനസ്സിലാക്കിയത്, ലത എന്ന് പറയുന്നതാണ് ഇവരുടെ മാതാവിന്റെ പേര്. അതുപോലെ തന്നെ ലത എന്നൊരു ടീച്ചറുണ്ട്. ഇവരുടെ ഈ ഫോൺ ഹാക്ക് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് നിതിൻ രാജിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് അതിലെ കോൺടാക്ട് നമ്പർ എല്ലാം ട്രേസ് ചെയ്ത് അതിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. അങ്ങനെയാണ് ഈ ലത എന്ന് പറയുന്ന ടീച്ചർക്ക് ഈ മെസ്സേജ് പോയത്. അതായത് അമ്മയുടെ പേരിന് സാമ്യമുള്ള ആളായതുകൊണ്ടാണ് ലതയെ നിരന്തരം ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്ന സാഹചര്യം. ആ ചാറ്റാണ് നമ്മൾ പുറത്തുവിട്ടത്. ഈ ലോൺ അടക്കണമെന്ന് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഒക്കെ ഈ കോള് പോയത് അമ്മയ്ക്കല്ല, ലത എന്ന് പറയുന്ന ഇവിടുത്തെ ടീച്ചർക്കാണ്. അങ്ങനെ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് നിതിൻ രാജിന്റെ ഫോൺ കംപ്ലീറ്റ് ഹാക്കായിരുന്നു. അതിലെ എല്ലാ വിവരങ്ങളും ഈ ലോൺ ആപ്പ് മൊബൈൽ കമ്പനി ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ ഒരുപാട് വിവരങ്ങൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. ഏതായാലും അതെല്ലാം പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം 7 അംഗ സംഘത്തെ രൂപീകരിച്ച് ശക്തമായ ഗൗരവമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പോലീസ് അത്തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു സംഘം ഇപ്പോൾ ഇവരുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ സംസാരിച്ച സഹപാഠികളുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്. പോലീസ് അത്തരം നടപടികൾ എടുക്കും. പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളും രേഖകളും ഇവിടെ നിന്നും പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊരു പക്ഷേ കൃത്യമായ കാര്യങ്ങൾ അതിൽ വന്നേക്കാം. അതോടൊപ്പം സഹപാഠികളെയും ഇത്തരം മൊഴികളൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ വ്യക്തത വന്നേക്കാം. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ പുറത്തു പറഞ്ഞു. അത് ആദ്യമായാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതികരണം പുറത്തു വരുന്നത്. അവർക്ക് സമാനമായ അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. ഇത് പുതിയതല്ല. ഈ ഒരു സംഭവം ഇവിടെ ഈ ഒരു അധ്യാപകൻ പ്രധാനപ്പെട്ട ഈ റാം എന്ന് പറയുന്ന ഇയാളെ കൃത്യമായി ഇവർ പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരാളാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ഈ ഒരു വിദ്യാർത്ഥികളുടെ മോശമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, ഇടപെടുന്നു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അത് നിതിൻ രാജ് അവരുടെ കുടുംബം ആരോപിച്ചതും നിതിൻ രാജ് ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഏതായാലും പ്രതിഷേധം ഇനിയും വരും മണിക്കൂറുകളിലും ഇവിടെ ശക്തമായി തന്നെ തുടരുമെന്നാണ് നമുക്ക് ഇവിടുത്തെ സാഹചര്യം കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈത്തെ എന്തായാലും ബൈജു സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ അങ്ങോട്ടേക്ക് പ്രതിഷേധമായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം. SFIയും VVP അടക്കമുള്ള സംഘടനകളുണ്ട്. എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.